കാട്ടാനശല്യത്തിനെതിരെ കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനസമരം സംഘടിപ്പിച്ചു. DFO ഓഫീസിലേക്ക് നടത്തിയ സമരം MLA മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുവന്ന പദ്ധതിക്ക് സർക്കാർ അനുമതി നിഷേധിച്ചത് എന്തുകൊണ്ടെന്ന് നിയമസഭയിൽ മറുപടി പറയിപ്പിക്കുമെന്ന് MLA മാത്യു കുഴൽനാടൻ പറഞ്ഞു. കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോതമംഗലം DFO ഓഫീസിലേക്ക് സംഘടിപ്പിച്ച ആനസമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. സർക്കാരിന്റെ കയ്യിൽ നിന്നും പണം ലഭിക്കില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി പഞ്ചു കുഴിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വേണ്ടി വന്നാലും അത് പദ്ധതിയായി മാറ്റിവെച്ച് ചെയ്യാൻ തയ്യാറാണ് എന്ന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു ഭരണം തീരുമാനമെടുക്കുകയും അതിനുള്ള അനുമതിക്കായി സർക്കാരിനോട് ചോദിച്ചപ്പോ രാഷ്ട്രീയ ഇടപെടലിലൂടെ അത് നിഷേധിച്ച ഒരു സർക്കാരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആനയുടെ ചലിക്കുന്ന രൂപവും വഹിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ പ്രകടനം DFO ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ MLAയും LDF സർക്കാരും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കോട്ടപ്പടി, പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട് എന്നീ പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനോ ട്രെഞ്ച് കുഴിക്കുന്നതിനോ അധികാരികൾ തയ്യാറാകുന്നില്ലെന്നും സമരക്കാർ ആരോപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനിക്കൽ, ബാബു ഏലിയാസ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.